ശ്രീ സേനാപതി വേണു തന്നെ ആദ്യം ചേരുകയാണ്. ശ്രീ സേനാപതി വേണു, ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ അല്പം മുമ്പ് വന്ന വാർത്ത എന്ന് പറയുന്നത് മമതാ ബാനർജിയുടെ വാക്കുകളാണ്. അതായത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിന് കാരണം കോൺഗ്രസ് ആണ്, ഹരിയാനയിൽ കോൺഗ്രസ് പരാജയപ്പെടാൻ കാരണം ആം ആദ്മി പാർട്ടിയാണ്, ബംഗാളിൽ കോൺഗ്രസിന് പ്രസക്തിയില്ല. ഇങ്ങനെ ഇന്ത്യ മുന്നണിയുടെ ഓരോ നേതാക്കളായി കോൺഗ്രസിനെ കുറ്റം പറയുന്ന പശ്ചാത്തലമാണ്. ഒരു ഐക്യമില്ലാതെ ഇങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകും? ബി ജെ പിയെ നേരിടുക എന്ന തരത്തിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ രൂപീകരിച്ച ഈ മുന്നണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതീവ പരിതാപകരമല്ലേ? രഞ്ജിത്ത്, നമ്മൾ അതിനെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ഇന്ത്യ മുന്നണി എന്നുള്ളത് അതങ്ങനെ ഒരു എന്താ പറഞ്ഞ ഇന്ത്യയിലുടനീളം വളരെ ശക്തമായി ഉള്ള ഒരു മുന്നണി സംവിധാനമൊന്നുമല്ല. അതൊരു തെരഞ്ഞെടുപ്പ് സഖ്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ മുന്നണിയിലെ പല കക്ഷികളും കോൺഗ്രസുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്നതാണ്. അവർക്ക് എവിടെയൊക്കെ ശക്തിയുണ്ടോ അവിടെയൊക്കെ. അതിപ്പോൾ ബംഗാളിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഡൽഹിയിൽ ശക്തിയുള്ള ആം ആദ്മി പാർട്ടി അവർ കോൺഗ്രസുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു പാർട്ടിയാണ്. ഇപ്പൊ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്ന അവരിപ്പം അങ്ങും ആദ്യം ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതിനിധിയെ പോലും വിടാത്തതാണ് എങ്കിലും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് വരുന്ന CPM പോലുള്ള പാർട്ടികൾ കോൺഗ്രസുമായിട്ട് അതിശക്തമായി മുഖാമുഖം നിൽക്കുന്നതാണ് പ്രാദേശികമായി ഓരോ സംസ്ഥാനങ്ങളും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യം എന്നുള്ളത് പ്രാദേശികമായ തെരഞ്ഞെടുപ്പുകൾ, ഉദാഹരണത്തിന് സംസ്ഥാന തലത്തിലോ അല്ലെങ്കിൽ അതിന് താഴോട്ടുള്ള തെരഞ്ഞെടുപ്പുകളോ നടക്കുമ്പോൾ അത് പൂർണ്ണമായും അവിടെ വർക്കൗട്ട് ചെയ്യണം എന്നില്ല. ഏതായാലും എനിക്ക് മമതാ ബാനർജിയുടെ വാക്കുകളിൽ ഒരു കാര്യം സന്തോഷമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഹരിയാനയിൽ ഇന്ത്യ സഖ്യത്തെ പരാജയപ്പെടുത്തിയത് ആം ആദ്മി പാർട്ടിയാണ്. ഏതായാലും അതാണല്ലോ ആദ്യം സംഭവിച്ച കാര്യം. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിന് ശേഷം 5-6 മാസങ്ങൾക്ക് നടന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ആദ്യത്തെ സംഭവം എവിടെയാണ്? ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് ഹരിയാനയിലാണ്. ഞങ്ങൾ ഹരിയാനയിൽ BJPയും ഞങ്ങളും തമ്മിലുള്ള വോട്ടുകളുടെ മാർജിൻ എന്ന് പറയുന്നത് 0, അതായത് 1% താഴെ, 0.5 എന്ന് പറഞ്ഞാൽ 1% താഴെ 0.5% വോട്ടുകളുടെ വ്യത്യാസമാണ് ഞങ്ങളും BJPയും തമ്മിൽ ഹരിയാനയിൽ. 12 സീറ്റ് അവർ കൂടുതൽ നേടിയപ്പോൾ ഞങ്ങളും അവരും തമ്മിലുള്ള വോട്ടുകളുടെ വ്യത്യാസം എന്ന് പറയുന്നത് ഏതാനും 1000 വോട്ടുകളുടേതാണ്. അവിടെ ആം ആദ്മി പാർട്ടി 1.92% വോട്ടുകൾ നേടി. ഒരുപക്ഷെ അന്നവർ ഞങ്ങളെ ഒന്ന് സഹായിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചിരുന്നുവെങ്കിൽ ഹരിയാനയുടെ രാഷ്ട്രീയ ചിത്രം മാറുമായിരുന്നു. ഹരിയാനയുടെ രാഷ്ട്രീയ ചിത്രം മറ്റൊന്നാകുമായിരുന്നുവെങ്കിൽ അതൊരുപക്ഷെ മഹാരാഷ്ട്രയിലും ഇപ്പോൾ അത് ഡൽഹിയിലും പ്രതിഫലിക്കുമായിരുന്നു. ഇവിടെ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഞങ്ങൾ ആം ആദ്മി പാർട്ടിയുമായി ഒരു തെരഞ്ഞെടുപ്പ് സഖ്യത്തിന് പൂർണ്ണമായി അവരോട് ആലോചിച്ചതാണ്. അപ്പൊ അവരുടെ മറുപടി എന്താണ്? ഞങ്ങൾ 62 MLA-മാരുള്ളതാണ്. അപ്പോൾ 62 MLA-മാരും ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെയെല്ലാം മത്സരിക്കേണ്ടതാണ്. പിന്നെ അവശേഷിക്കുന്ന 62 8. ആ 8 എന്ന് പറയുന്നത് ആം ആദ്മിയുടെ തരംഗത്തിൽ പോലും BJP ജയിച്ചതാണ്. അപ്പം ആ 8-ൽ പിന്നെ മത്സരിക്കുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പം ഞങ്ങൾ ഈ 62 സീറ്റിനകത്ത് നിന്ന് മാന്യമായ ഒരു അക്കോമഡേഷൻ ചോദിച്ചപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രതിനിധികളുടെയും വാക്ക് ഞങ്ങൾ ഒറ്റയ്ക്ക് BJPയെ തോൽപ്പിക്കാൻ. സേനാപതിയോട് അതാണ് പ്രശ്നം. കാരണം ഈ പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറ്റപ്പെടുത്തൽ അവസാനിക്കുന്നില്ല. BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണല്ലോ, അതിനുവേണ്ടിയാണല്ലോ ഈ സഖ്യം രൂപീകരിച്ചത്. അവിടെ ഇപ്പോൾ ഹരിയാനയിൽ അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ അതിനുശേഷം എന്തുകൊണ്ട് ഇന്ത്യ മുന്നണി യോഗം ചേർന്നില്ല? ഡൽഹിയിൽ എന്തുകൊണ്ട് ഒരു സ്ട്രാറ്റജിക്കലായി മത്സരിക്കാമെന്ന് തീരുമാനിച്ചില്ല? അവിടെ സഖ്യം വേണമെന്ന പരസ്പര ആവശ്യം ഉണ്ടായില്ല. അതൊക്കെ കൂട്ടായി തീരുമാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സംവിധാനം കൂടിയല്ലേ ഈ മുന്നണി സംവിധാനം എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഭാഗമാണല്ലോ. ഇതൊന്നും സംഭവിക്കുന്നില്ല. ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ടപ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തി രംഗത്ത് വരികയാണ്. കോൺഗ്രസിനെ പാടെ ഒറ്റപ്പെടുത്തിയാണെന്നേ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലം മുഴുവൻ ഇന്ത്യ മുന്നണിയിലെ മറ്റ് സഖ്യകക്ഷികൾ ആം ആദ്മി പാർട്ടിക്കൊപ്പം നിലകൊണ്ടത്. അല്ല, അതിന്റെ കാരണം എന്താ? 62 സീറ്റ് ഉള്ളത് കൊണ്ട് ആദ്യം 67 കിട്ടി. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് 20 ആയപ്പോഴേക്കും 15-ൽ നിന്ന് 20 ആയപ്പോഴേക്കും 62 സീറ്റ്, 2-3 സീറ്റുകളുടെ വ്യത്യാസമുള്ളൂ. അപ്പോൾ 70-ൽ 62 സീറ്റുകളും കൈവശത്തിലുള്ള ആളുകളുടെ ഒരു വിശ്വാസം എന്താ? ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ ഡൽഹി സമ്പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കോൺഗ്രസിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ സഹായം വേണ്ട എന്ന് ഏകപക്ഷീയമായി ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷി പറയുമ്പോൾ ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ ഇപ്പൊ ഇന്ത്യ മുന്നണിയിൽ ദേശീയ പാർട്ടികളുടെ എണ്ണമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതേ സമീപനമാണ് നിങ്ങൾ ഹരിയാനയിൽ സ്വീകരിച്ചത്. എങ്ങനെ? ഹരിയാനയിൽ ആം ആദ്മിയോട് ഇതേ സമീപനമാണ് നിങ്ങൾ സ്വീകരിച്ചത്.
അല്ല, ഞങ്ങൾ ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയോട് ഞങ്ങൾ പറഞ്ഞത് 6 സീറ്റ് അവർക്ക് കൊടുക്കാമെന്നുള്ളതാണ് ഞങ്ങൾ വാഗ്ദാനം ചെയ്തത്. അത് ഒരുപക്ഷെ ഒരു ചർച്ചയിലേക്ക് വന്നിരുന്നുവെങ്കിൽ 10 സീറ്റ് വരെ ആകാമായിരുന്നു. പക്ഷെ അവർക്ക് 30 സീറ്റാണ് ആവശ്യം. 30 സീറ്റ് അവർക്ക് വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. അവര് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയത് 1.92% വോട്ടാണ്. ഇനി അതല്ല, അവരൊരു 10 എന്നുള്ളൊരു 12ലേക്ക് പോയാൽ പോലും ചിലപ്പോൾ ഒരു സഖ്യം അവിടെ വർക്കൗട്ട് ചെയ്യും. അതല്ല, അവർക്ക് അവിടെ എന്താ പറഞ്ഞ 3-1 സീറ്റ് അല്ലെങ്കിൽ 4-1 സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സീറ്റ് കൊടുക്കാനായിട്ട് അവിടെ കഴിയും. അങ്ങനെ കൊടുത്താൽ പോലും ആ സഖ്യം അവിടെ വർക്കൗട്ട് ആവുമോ? വർക്കൗട്ട് ആവില്ല. അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ അത് മുന്നോട്ട് പോവില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആം ആദ്മി പാർട്ടിയെ അവർക്കുള്ള ശക്തി അനുസരിച്ച് ഹരിയാനയിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാനും അവരെ ഉൾക്കൊള്ളാനും ഞങ്ങൾ തയ്യാറായിരുന്നു. പക്ഷേ അവർക്ക് വേണ്ടിയത് ഇവിടെ രഞ്ജിത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന പല കക്ഷികളും അവരാഗ്രഹിക്കുന്നത് കോൺഗ്രസ് തകർന്നു കഴിയുമ്പോൾ കോൺഗ്രസിന്റെ സ്പേസിൽ ഞങ്ങൾക്ക് കടന്നു കയറാം എന്നുള്ളതാണ് പലരും ആഗ്രഹിക്കുന്നത്. അതല്ലാതെ കോൺഗ്രസ് ശക്തമായി നിൽക്കുമ്പോൾ കോൺഗ്രസിനോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നാൽ തെരഞ്ഞെടുപ്പുകൾ വിജയിക്കാം എന്നുള്ളതല്ലല്ലോ ഇവരാഗ്രഹിക്കുന്നത്. ഇവരാഗ്രഹിക്കുന്നത് കോൺഗ്രസ് തീർന്നാൽ അല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലാതായാൽ ആ സ്പേസിൽ നിൽക്കാം എന്നുള്ളത് ഇവർ ആഗ്രഹിച്ചുകൊണ്ട് കോൺഗ്രസിനെ തകർക്കാനായി ഉള്ള ശ്രമങ്ങൾ നടത്തുകയും തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഇന്ന് പഞ്ചാബിൽ അതാണ് സംഭവിക്കുന്നത്. 30 MLA-മാർ ആം ആദ്മി പാർട്ടി MLA-മാർ അവർ മറ്റവർ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ സഖ്യകക്ഷി തകരണമെന്ന് ആഗ്രഹിക്കുന്നു. ആം ആദ്മിയുടെ 30 MLA-മാർ ഇപ്പോഴത്തെ വരുമെന്ന് ആത്മവിശ്വാസത്തിലാണ്. ഭരണം പഞ്ചാബിൽ പിടിക്കാമെന്ന് കോൺഗ്രസ് കരുതുകയാണ്. അല്ല, അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് വളർന്നു വന്ന ഒരു പാർട്ടിയൊന്നുമല്ല. അത് പെട്ടെന്ന് ഉണ്ടായ ഒരു മൂവ്മെന്റിന്റെ ഭാഗം. എനിക്ക് 2 മിനിറ്റ് സമയം തരികയാണെങ്കിൽ ഞാൻ പറയാം. 98-ലാണ് സാഹിബ് സിംഗ് പർമയ്ക്ക് ശേഷം സുഷമ സ്വരാജ് ഡൽഹിയിൽ അധികാരത്തിൽ വരുന്നത്. ആ സുഷമ സ്വരാജിനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഷീലാ ദീക്ഷിത്തിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ 52 സീറ്റുകളുമായി ഞങ്ങൾ ആദ്യം അധികാരത്തിൽ വരുന്നത്. ഞങ്ങൾ 15 വർഷക്കാലത്തെ ഞങ്ങളുടെ ഭരണത്തിനിടയിൽ ഞങ്ങൾക്കെതിരെ ഉയർത്തിയ അഴിമതി ആരോപണങ്ങൾ, ആ അഴിമതി ആരോപണങ്ങൾ ഉയർത്തുവാൻ അന്ന് മുന്നിൽ നിന്ന പല ആളുകളും ഇന്ന് അരവിന്ദ് കെജ്രിവാളിനോടില്ല. അഡ്വക്കേറ്റ് ശാന്തി ഭൂഷണെ പോലുള്ള ആളുകൾ, യോഗേന്ദ്ര യാദവിനെ പോലുള്ള ആളുകൾ, അവരാരും ആ രംഗത്തില്ല. എന്തിന്? ആ മൂവ്മെന്റിന്റെ നേതൃത്വം കൊടുത്ത അണ്ണാ ഹസാരെ പോലും ഇപ്പോൾ ഇവരെ തള്ളി പറയുന്ന സ്ഥിതിവിശേഷമാണ്. അപ്പോൾ എന്തായിരുന്നു ഇവർ കോൺഗ്രസിന് നേരെ ഉയർത്തിയത്? ഷീലാ ദീക്ഷിത്തിന്റെ ഭരണത്തിൽ നടന്ന അഴിമതി, അവിടെ കോമൺവെൽത്ത് ഗെയിംസിൽ നടന്ന ആനന്ദ് ശർമ്മയെ പോലുള്ള ആളുകൾ നടത്തിയ അഴിമതി, ആ അഴിമതിയുടെ കഥ പറഞ്ഞുകൊണ്ടാണ് ഞാൻ മുമ്പ് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോഴും പറഞ്ഞു. ഈ അഴിമതിയെക്കുറിച്ച് അദ്ദേഹം പ്രചരിപ്പിച്ചെന്താണ്? എന്റെ കയ്യിൽ 100-300ഓളം രേഖകളുണ്ട് ഷീലാ ദീക്ഷിത് നടത്തിയ അഴിമതിയെക്കുറിച്ച്, ഞാൻ അതെല്ലാം പുറത്തുവിടുമെന്നാണ്. അതിനുശേഷം BJP-യുടെ അവിടുത്തെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു VK മൽഹോത്ര, അവർ തമ്മിലുള്ള ഒരു ചർച്ചയുടെ ഭാഗമായി അദ്ദേഹത്തോട് ചോദിച്ചു, ആ രേഖകൾ നിങ്ങൾ പുറത്തുവിടുമോ? ആ പുറത്തുവിട്ട് അദ്ദേഹം കൊണ്ടുവന്നത് എന്താ? ആ കാലഘട്ടത്തിൽ പത്രത്തിൽ ഇറങ്ങിയ പത്രക്കട്ടിങ്ങുകൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. പിന്നീട് ഇവർ 10-12 വർഷക്കാലം ഭരിക്കുകയും ചെയ്തല്ലോ. ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം ഷീലാ ദീക്ഷിത്തിനെതിരെ തെളിയിക്കാനോ കോൺഗ്രസിനെതിരെ തെളിയിക്കാനോ കഴിഞ്ഞില്ല. പക്ഷേ അന്ന് ഈ ആരോപണങ്ങൾ നിൽക്കുന്ന ആ ഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിൽ വിനോദ് റായി എന്ന് പറയുന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ 1,72,000 കോടിയുടെ അഴിമതി ആരോപണം 2G സ്പെക്ട്രത്തിൽ കൊണ്ടുവരുന്നു. ആ അഴിമതി ആരോപണത്തെ ഏറ്റുപിടിച്ചുകൊണ്ട് വലിയ പ്രചരണങ്ങൾ കോൺഗ്രസിനെതിരെ നടക്കുന്നു. ആ പ്രചരണങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ആളുകൾ ഒന്നായി ചേർന്നുകൊണ്ട് കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി ആ വന്ന ആളുകൾ അവരേതെങ്കിലും രീതിയിലുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിന്റെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ അടിത്തറയുടെ ബലത്തിൽ ഒന്നും വന്ന ആളുകളല്ല. അപ്പൊ നമ്മൾ കാണുന്ന കാഴ്ച എന്താ? ഡൽഹിയിൽ അധികാരം പോയി 3 ദിവസം 48 മണിക്കൂർ കഴിഞ്ഞില്ല, 3 ദിവസം ആയില്ല, 48 മണിക്കൂർ കഴിയുമ്പോഴേക്കും അവർ പഞ്ചാബിൽ തകരുന്ന സ്ഥിതിവിശേഷമാണ്. ഞങ്ങൾ പറയുന്നു, ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പാർട്ടി അത് അതിന്റെ ഉദയം പോലെ തന്നെ അതിന്റെ അസ്തമയവും. ശരി, അതാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. ശ്രീ ഷൈബു മട